ആകാശത്തിൻ്റെ അനന്തതയിൽ പോയി ഒളിച്ചാലും കർത്താവെ നീ അവിടെയുണ്ട്. ആഴിയുടെ ആഴത്തിലേക്ക് ഞാൻ പോയാലും കർത്താവെ നീ അവിടെയുണ്ട്. സങ്കീർത്തനം ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. അവൻ്റെ കണ്ണുകൾ എന്നെ പിന്തുടരുന്നുണ്ടെന്നേ. ഏതൊരു മുൾച്ചെടിയിൽ ഉടക്കിക്കിടന്നാലും എന്നെ നോക്കി ഇറങ്ങി വരുന്ന, എന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന അവൻ്റെ കണ്ണുകൾക്ക് എൻ്റെ ജീവിതത്തെ തിരിച്ചു പിടിക്കാനായിട്ടുള്ള കാന്തിക ശക്തിയുണ്ട്. കർത്താവിൻ്റെ മുൻപിലാണ് നമ്മളായിരിക്കുന്നത്. തകർന്നു പോവാതെ തളർന്നു പോവാതിരിക്കാൻ ഈ ഒരൊറ്റ വചനം മതി. കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു, അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു. തമ്പുരാനെ, അവിടുത്തെ മിഴികൾക്ക് മുൻപിൽ എൻ്റെ ജീവിതം ഇങ്ങനെ തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇനി സങ്കടങ്ങൾക്ക് അവധി കൊടുക്കുകയാണ്. ഞങ്ങളുടെ പരാതികൾ ഞങ്ങൾ മാറ്റിവെക്കാം. അപരാധങ്ങൾ മൊഴിയും അധരം അപദാനങ്ങൾ വാഴ്ത്തുകയായി എന്നൊക്കെ പറഞ്ഞ് വളരെ മനോഹരമായിട്ടുള്ള വരികളുണ്ട്. കാരണം അതിൻ്റെ കാര്യം ഇതാണ്. ഇത്രയും നാള് ഞാൻ പരാതി പറഞ്ഞുകൊണ്ടിരുന്നത് ആരും കാണുന്നില്ല, ആരും മനസ്സിലാക്കുന്നില്ല, ആരും കൂടെ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ വചനം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു, അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു. കർത്താവെ, എല്ലാം അറിയുന്ന അവിടുത്തെ തിരുമുൻപിൽ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ അനാവൃതമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ, അതിൻ്റെ സന്തോഷത്തിൽ, അതിൻ്റെ പ്രത്യാശയിൽ, കാരണം അവിടുത്തെ തിരുമുൻപിലാണ് ഞാനിതുപോലെ ദുഃഖദുരിതവുമായിട്ട് ജീവിക്കുന്നതെങ്കിൽ അവിടുന്ന് എന്നെ പൊതിഞ്ഞു പിടിക്കുമെന്ന് എനിക്കറിയാം. അവിടുന്ന് എൻ്റെ പ്രയാസങ്ങളിൽ ഇടപെടുമെന്ന് എനിക്കറിയാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ധ്യാനിച്ചതാണ്. സോളമൻ രാജാവിനോട് കർത്താവ് പറയണത്, ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും സദാ ജാഗരൂകമായിരിക്കും. ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും സദാ ജാഗരൂകമായിരിക്കും. കണ്ണിമ ചിമ്മാതെ ഇങ്ങനെ എനിക്ക് കാവലായി മാറുന്ന ഒരു ദൈവത്തെക്കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങൾ ഒരുപാട് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ നിന്നെ കാക്കുമെന്നൊക്കെ കർത്താവ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തമ്പുരാനെ, ഇത്രയും വലിയൊരു സംരക്ഷണവും കരുതലും ലഭിച്ചിട്ട്, ഇത്രയും വലിയൊരു സ്വർഗത്തിൻ്റെ ശ്രദ്ധ ഞങ്ങൾക്ക് ലഭിച്ചിട്ട്, ഇത്രയും നാൾ എന്തിനാണ് ഞങ്ങൾ പരാതി പറഞ്ഞ് ജീവിതത്തിൻ്റെ സമയങ്ങൾ പാഴാക്കിക്കളഞ്ഞതെന്ന് ഞങ്ങൾക്കറിയില്ല കർത്താവ്. തിരിച്ചറിവില്ലാതെ പോയത്. ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നത് അങ്ങയുടെ തിരുമുൻപിലാണെന്ന്, അങ്ങ് ഞങ്ങളുടെ മേൽ അവിടുത്തെ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്നുവെന്ന്, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജീവിതം സുരക്ഷിതമാണെന്ന്, സമാധാനപൂർണമാകുമെന്ന് വിശ്വസിക്കാനായിട്ടുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്